ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ നടക്കുന്നത് അസാധാരണ സംഭവങ്ങളാണ്. കോൺഗ്രസ് അംഗം അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിൽ കയറാൻ ശ്രമം നടത്തിയത് പിന്നാലെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ചോദ്യോത്തരവേളയിൽ പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി. എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ചീത്തവിളി, മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കൽ, സ്പീക്കർ ആക്രമിക്കാൻ SIT അന്വേഷണം വഴിമുട്ടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദമാണ് അതിന് പിന്നിലെന്നും കുറ്റപ്പെടുത്തി ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തുകയായിരുന്നു. സാർ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള അന്വേഷണം സാർ വഴിമുട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. SIT നോക്കുകുത്തിയായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. സാർ, എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എടുത്ത് പുറത്തിറങ്ങുകയാണ്. അടുത്ത ദിവസം 3 സുപ്രധാനമായ CPM നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവാണ്. സാർ, സ്വർണ്ണക്കൊള്ള ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് യാതൊരു തെളിവുമില്ലാതെ ഇനി പുതിയ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലും നടത്താതെ ഉള്ള പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തുള്ള അപകടകരമായ നിലയിലേക്ക് SIT അന്വേഷണത്തേക്കാണ്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്ന് അങ്ങേ അറിയിക്കുന്നു. സാർ, ഹൈക്കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിന് കരണക്കുറ്റിക്ക് അടികിട്ടിയെന്നും കോടതിയിൽ തോറ്റതിന് നിയമസഭയിലെ പ്രതിഷേധമെന്നും മന്ത്രി MP രാജേഷ് മറുപടി പറഞ്ഞു. ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സർ, വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത്. എല്ലാ ദിവസവും അങ്ങയുടെ മുഖം മറച്ചുകൊണ്ട് വെല്ലിലിറങ്ങി കാണിക്കുന്ന ഈ അതിക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോ ഹൈക്കോടതിയിൽ നിന്ന് 2 കരണക്കുറ്റിക്ക് മാറി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവർക്ക് പ്രഹരമേറ്റുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലേറ്റ പ്രഹരം സ്പ്രിംഗ്ലർ കേസിലാണ്. സ്പ്രിംഗ്ലർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിപ്പിടിച്ച ആരോപണമായിരുന്നില്ലേ? എന്താ ഈ സ്പ്രിംഗ്ലറിന്റെ കഥ? എന്നിട്ടൊരു പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വായിൽ തോന്നിയത് പറഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. അപ്പോ കോടതിയിൽ തോറ്റാൽ നിയമസഭയിൽ എന്നതാണോ സ്ഥിതി? കോടതിയിൽ തോറ്റാൽ നിയമസഭയിലാണോ? അതാണ് സാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് അവരുന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഒളിഞ്ഞതിന്റെ ജാള്യമാണ്. അതാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ ഭരണപക്ഷ അംഗങ്ങളും മുദ്രാവാക്യങ്ങളുമായി ഇരിപ്പിടത്തിൽ എഴുന്നേറ്റു. പോറ്റിപ്പാട്ടുമായി പ്രതിപക്ഷവും മറുപടിയുമായി ഭരണപക്ഷവും രംഗത്തെത്തിയത് നാടകീയ സംഭവങ്ങൾക്കിടയാക്കി. സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ പേര് വീണ്ടും പരാമർശിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി. യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്ന ആരപ്പ? സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വെക്കേണ്ടത്. ഇപ്പോൾ സഭാ നടപടികൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ശ്രീത്ത് വിവരങ്ങൾ മാറ്റിയിരുന്നു. ശ്രീത്ത്, വീണ്ടും സഭാ നടപടികൾ തുടങ്ങിയപ്പോഴും സഭയിൽ പ്രക്ഷുബ്ധ രംഗങ്ങളാണോ? ശ്രീത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണക്കുള്ള സഭയിലുണ്ട്. അടിയന്തര പ്രമേയമായി വന്നില്ല. പക്ഷേ അതല്ലാതെ പ്രതിഷേധവുമായി തുടക്കം മുതൽ തന്നെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു അസാധാരണ സാഹചര്യത്തിലേക്കും ഡയസിലേക്ക് കടന്നു കയറാനുള്ള നീക്കത്തിലേക്കൊക്കെ ആ സമരം പോയത് എങ്ങനെയാണ് സഭയിൽ? ശ്രീജിത്ത്. ഹാഷ്മി, ഇപ്പോൾ സഭയിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ്. ഭരണപക്ഷാംഗങ്ങളും വാച്ചാൻമാടും തമ്മിൽ വലിയ തോതിലുള്ള ഉന്തും തള്ളും നടക്കുന്നു. പ്രതിപക്ഷ ബാനർ വാച്ചാൻമാട് പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നു. അതിൽ ഒരറ്റത്ത് പ്രതിപക്ഷ MLA മാർ പിടിച്ച് അവർ തമ്മിലുള്ള ഉന്തും തള്ളും വടംവലി പോലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. വാച്ചാൻമാട് പ്രതിപക്ഷത്തിന്റെ ഈ ബാനർ വലിച്ചു നീക്കുന്നതായിരുന്നു പ്രശ്നത്തിനിടയ്ക്ക് ഇടയാക്കിയത്. ഒപ്പം തന്നെ അൻവർ സാദത്ത് MLA അടക്കം വീണ്ടും സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുന്നതും കാണാം. വാച്ചാൻമാട് ശക്തമായി പ്രതിപക്ഷ MLA മാരെ നേരിടുന്നതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ സഭാതലത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ സഭാതലത്തിൽ നിന്നുള്ള കാഴ്ചകൾ സഭാ TV മറച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി അതിന്റെ ദൃശ്യങ്ങൾ കണ്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.